ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ CGL നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. വളരെ വലിയൊരു മാറ്റവുമായിട്ടാണ് ഈ വർഷത്തെ CGL നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓരോ സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇനി CGL എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. സോ ഇത്രയും കാലം ഉണ്ടായിരുന്നത് 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ സമയമായിരുന്നു. ആ 1 മണിക്കൂറിനുള്ളിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതിൽ നമ്മൾ പല സബ്ജക്റ്റുകളും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ GK ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ എന്താണ് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെന്ന് പേപ്പർ എടുത്ത് ചെയ്യേണ്ട മാത്സിനും റീസണിങ്ങിനും വേണ്ടി സമയം കൂടുതൽ കൊടുത്തിരുന്നു. പക്ഷേ ഇനി മുതൽ ആ പരിപാടി പറ്റില്ല. ഈക്വൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും ഒരേ ടൈം ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മനസ്സിലാക്കുക, 25 ക്വസ്റ്റ്യൻസ് വീതമാണ് 4 സബ്ജക്റ്റുകൾക്കുള്ളത്. ആ 4 സബ്ജക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള ടൈം ഡിസ്ട്രിബ്യൂഷനാണ് 15 മിനിറ്റ് വീതമാണ് എല്ലാ സബ്ജക്റ്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മാത്സിലെ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് സമയം മാത്രമാണുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ സേവ് ചെയ്യുന്ന സമയം ഒരിക്കലും മാത്സിനും റീസണിങ്ങിനും കൊടുക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ GKക്ക് 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ് ആണ് സമയം വരുന്നത്. ആ 15 മിനിറ്റ് സമയം നമ്മൾ GK ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യണം. അതായത് ആ ടൈം അവിടെ ലോക്കായിരിക്കും. ആ GKയിൽ 25 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള 15 മിനിറ്റ് സമയം അവിടെ ലോക്കായിരിക്കും. ആ സമയം കഴിയാതെ ഒരിക്കലും GK ക്വസ്റ്റ്യൻസിൽ നിന്ന് ബാക്കിയുള്ള മാത്സിൻ്റെയോ റീസണിങ്ങിൻ്റെയോ ഇംഗ്ലീഷിൻ്റെയോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ടൈം സേവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള നമുക്ക് വീക്കായിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ക്വസ്റ്റ്യനെ മാക്സിമം 36 സെക്കൻഡ് എന്നുള്ള രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ് ആണെങ്കിൽ ഒരു ക്വസ്റ്റിന് 36 സെക്കൻഡാണ് ഏകദേശം വരുന്നത്. അതുപോലെ തന്നെ GKയിലും മാത്സിലും ഇംഗ്ലീഷിലും ഇതേ സ്ട്രാറ്റജി തന്നെയാണ്. നമുക്കറിയാം GKയിൽ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് സമയം വേണ്ടി വരാറില്ല. പക്ഷെ ഇവിടെ എന്താണ് 15 മിനിറ്റ് സമയം GK ക്വസ്റ്റ്യൻസും സ്പെൻഡ് ചെയ്യണം. അവിടെ നമുക്ക് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ GK ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ബാക്കിയുള്ള 10 മിനിറ്റ് എന്ന് പറയുന്നത് റീസണിങ്ങിലോ മാത്സിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് 36 സെക്കൻഡ് മാത്രമാണ് മാത്സിലെ ഒരു ക്വസ്റ്റ്യൻസിന് ആവറേജ് ആയിട്ട് കിട്ടുന്നത്. 15 മിനിറ്റ് സമയം 25 ക്വസ്റ്റ്യൻസ്. അതിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, അതിൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മൾ എന്താണ് 15 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, ഏതാണ് ബെസ്റ്റ് അപ്രോച്ച്, ഏത് അപ്രോച്ച് വെച്ച് നമ്മൾ നോക്കണം. ഈ കാര്യങ്ങളെല്ലാം വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എവറി സെക്കൻഡ് മാറ്റേഴ്സ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു റിയാലിറ്റിയാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇത്രയും കാലം SSCയുടെ CGL എക്സാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ SSCയുടെ ഭൂരിഭാഗം എക്സാമുകളും നോളജും കോൺസെപ്റ്റും പ്രാക്ടീസും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാവുന്നതായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ സ്പീഡും മതിയായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് പറ്റില്ല. ഇപ്പം മാത്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേഷനൊക്കെ ഒരു പ്രോ ആയിട്ടുണ്ടെങ്കിൽ ഇനി അതുപോരാ, അത് അൾട്രാ പ്രോ മാക്സ് ആയാൽ മാത്രമാണ് ഇനി ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വേണ്ട കാര്യം എന്ന് പറയുന്നത് നോളജും കോൺസെപ്റ്റും പ്രാക്ടീസും മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ സ്പീഡ് വളരെ മേജർ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് സ്പീഡ് ഈ പാറ്റേണിൽ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമേ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാൽക്കുലേറ്റീവ് അല്ലാത്ത ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പോകും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണം ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏത് സ്കിപ്പ് ചെയ്യണം, ഏത് പിന്നീട് വന്ന് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെന്റൽ സ്വിച്ചിങ്, അതായത് 15 മിനിറ്റ് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസും നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ എന്തായിരിക്കും അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ആവും, GKയിലേക്ക്. അപ്പം നമ്മുടെ ബ്രെയിനിൽ അത്രയും നേരം റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഫംഗ്ഷൻ ചെയ്തിൽ നിന്ന് മാറി എന്തായി മാറും, GK പെട്ടെന്ന് വരണം. GK കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സ് വരണം, മാത്സ് കഴിഞ്ഞാൽ വീണ്ടും ഇംഗ്ലീഷ് വരണം. സോ ഈ ഒരു മെന്റൽ സ്വിച്ചിങ് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു കിളി പോയ പോലെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. സോ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രഷർ ഹാൻഡ്ലിങ്, സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് സമയം എന്നുള്ളത് താഴേക്കാണ് ഉണ്ട്. 15, അതായത് 14:59, 14:58, 14:57 ഇങ്ങനെ താഴേക്ക് സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രഷറാവും.
കാരണം മാത്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ സമയം പോകുന്നത് പോലും നമുക്കറിയില്ല. സോ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ലിസ്റ്റിലുണ്ടാവുന്നതും സർവീസിൽ കയറുന്നതും. ഈ ഒരു പ്രഷർ സിറ്റുവേഷനെ വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നത്. സോ ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് അക്വയർ ചെയ്തെടുക്കണം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. ആക്യുറസി അണ്ടർ ടൈമർ, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്സും റീസണിങ്ങും പോലെയുള്ള സബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് അത്രയും 100% അടുത്തുള്ള ഒരു ആക്യുറസി നമുക്ക് ഓരോ ഡിസിഷനിലും അല്ലെങ്കിൽ ഓരോ ആൻസറിലേക്ക് എത്തുമ്പോഴും വേണമെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെ ഹഡിൽസ് ആണ് ഇതുകൊണ്ടുള്ളത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. നോ ടൈം ഷഫ്ലിംഗ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് GKയും ഇംഗ്ലീഷും ഒക്കെ നമ്മളൊരു 5 അല്ലെങ്കിൽ ഒരു 10 to 15 മിനിറ്റ് കൊണ്ട് നമ്മൾ GKയും ഇംഗ്ലീഷും കൂടെ 10 to 15 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമുക്ക് എന്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മാത്സിലും റീസണിങ്ങിലും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ടൈം സേവ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കുന്ന ടോപ്പിക്കിലേക്ക് ആ സേവ് ചെയ്ത സമയത്തെ ഉപയോഗിക്കാനായിട്ട് ഇനി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം GK 15 മിനിറ്റ് ഒന്നും ആവശ്യമില്ല ശരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ GKക്ക് 15 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്താൽ മതിയാവൂ. നമുക്ക് എന്താ പറയുക, വായിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഒരുപാട് സമയം GK ഇരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അത് അത്രയും നിർബന്ധിതമായിട്ട് പറയുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാത്സും റീസണിങ്ങും. നമുക്കറിയാം ഒരു ക്വസ്റ്റിന് മാത്സിൽ 36 സെക്കൻഡാണ് സമയം തരുന്നത്. 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്. അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, നല്ല ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ഏതൊക്കെയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റണം. അതായത് മനസ്സിലാക്കുക, കോംപ്ലക്സ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം 25 ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്ന ഇത് ചെയ്യാനായിട്ട് 15 മിനിറ്റ് സമയം. ഇതാണ് ഈ ഒരു പാറ്റേണിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. മാത്സ് ചെയ്യാൻ 15 മിനിറ്റ് മാത്രം സമയം. ഇത്രയും കാലം നമ്മൾ ഒരുപാട് സമയം മാത്സ് എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ, കൺവെൻഷണൽ മെത്തേഡ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ, ഇനി കൺവെൻഷണൽ മെത്തേഡ് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിനോടൊക്കെ ടാറ്റ ബൈ ബൈ അല്ലേ. ഇനി നമുക്ക് ആ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഷോർട്ട് കട്ടുകൾ പഠിക്കണം, അപ്രോക്സിമേഷൻ പഠിക്കണം, ഓപ്ഷൻ എലിമിനേഷൻ പഠിക്കണം, യൂണിറ്റ് ഡിജിറ്റ് പഠിക്കണം, ഡിജിറ്റൽ സമ്മ് പഠിക്കണം. നമുക്ക് കണ്ടാൽ പറയാൻ പറ്റണം ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഏത് അപ്രോച്ചാണ് ദ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കണം. സോ പാനിക് ഫാക്ടർ ഓട്ടോമാറ്റിക്കലി വരും. കാരണം സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സമയം കീഴെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ഒരുപാട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പാനിക് ആവും. സോ മനസ്സിലാക്കുക, ഈ ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യണം. മാത്രമല്ല അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ അവിടെ എത്താനായിട്ട് സാധിക്കണം. സോ ഈ ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അതിന് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് നോക്കാം. മാത്സ്, ദ ആർട്ട് ഓഫ് സ്കിപ്പിംഗ്. അതായത് ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് അറിയണം. നമ്മളിവിടെ എല്ലാം ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് 100ൽ 100 ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് അതിലേക്കൊന്നല്ല നമ്മൾ പോകുന്നത്. നമുക്കറിയാം Tier 1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് മാത്രമാണ്. ആ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. പിന്നെ Tier 2 മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ മനസ്സിലാക്കുക, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് എല്ലാം ശരിയാവണം എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണ്ട. അങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് വേണ്ട. Tier 1 ഈസ് ജസ്റ്റ് ക്വാളിഫൈങ്. എന്തിനാ ഫോക്കസ് ചെയ്യേണ്ട? സ്പീഡിൽ ഫോക്കസ് ചെയ്യണം. പ്രിസിഷൻ എന്താണ്, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കോർ അല്ല, നമുക്ക് ആ ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്കോറിലേക്ക് എത്തിയാൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. 2 മുതൽ 3 സെക്കൻഡിനുള്ളിൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റണം. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഒരു റൗണ്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമോ, അതോ സ്കിപ്പ് ചെയ്യണോ, അതോ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് പിന്നീട് വന്ന് ചെയ്താൽ മതിയോ. ഈ കാര്യങ്ങൾ 2 മുതൽ 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റണം. അങ്ങനെ ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കാപ്പബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം കേട്ടോ. സോ ഇതിൽ മാത്സിൻ്റെ കേസാണ് പറയുന്നത്. 15 മിനിറ്റ് സമയമാണുള്ളത്. ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ അത് കണ്ടുപിടിച്ച് അതിൻ്റെ അടിയിൽ വരച്ചിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള യാതൊരു വക നിർബന്ധിത ബുദ്ധിയും വേണ്ട. എന്ത് ചെയ്യുക, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ഒരു 5 മുതൽ 8 മിനിറ്റ് 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും. ജസ്റ്റ് ഒരു സ്റ്റെപ്പ്, ഒരു സിംഗിൾ ലൈൻ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി
10 മുതൽ 15 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ വരെ സിംഗിൾ ലൈനിൽ അല്ലെങ്കിൽ വായിച്ചു നോക്കി പെണ്ണെടുക്കാതെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ കിട്ടുന്നത്, ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ സം വെച്ചിട്ട്, യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട്, ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിംഗിൾ ലൈൻ ആൻസറിലേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഈ 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ആ 25 ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കണ്ണോടിച്ച് എത്താനുള്ള സമയമാണ് 5 മുതൽ 8 മിനിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരിക. രണ്ടാമത്തെ റൗണ്ടിൽ എന്ന് പറയുന്നത് ചെയ്ത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമുക്ക് സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്. മാർക്ക് ഫോർ റിവ്യൂ, നമ്മൾ എന്താ പറയുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ വേണമെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിലേക്ക് രണ്ടാമത് വരാം. അങ്ങനെ ചെയ്യാം. നമുക്കറിയാം മെത്തേഡ് അറിയാം, പക്ഷെ എന്താണ്, കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഫ്ലാഗ് ഫോർ ലാറ്റർ അറ്റൻഷൻ, അതായത് പിന്നീട് നോക്കാം എന്നുള്ള സംഭവം കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യനുമിലും ഒരുപാട് സമയം കളയരുത്, അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡിന് അപ്പുറത്തേക്കൊന്നും ഒരു ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ആ ക്വസ്റ്റ്യൻ കിട്ടില്ലേ പോട്ടെ, എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാ, എല്ലാ ക്വസ്റ്റ്യനും ഒരേ നെഗറ്റീവ് മാർക്കുമാണ്, എല്ലാ ക്വസ്റ്റ്യനും ശരിയാക്കിയാൽ ഒരേ മാർക്കുമാണെന്നുള്ള മനസ്സിലാക്കി വയ്ക്കുക. റൗണ്ട് 3 ബ്രേവ് സ്കിപ്സ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള, ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഞാൻ ചെയ്ത് കണ്ടുപിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്നുള്ള ഒരു വാശിയും വേണ്ട. അങ്ങനെയുള്ള ഒരു വാശി കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് യാതൊരു വക പ്രശ്നവുമില്ല, എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണ്. മനസ്സിലാക്കുക, ഒരിക്കലും തെറ്റുത്തരത്തിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനുമേ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 റൗണ്ടെങ്കിലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കണ്ണോടിക്കാനായിട്ട് പറ്റണം എന്നുള്ള മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് റൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ സ്പോട്ടിൽ 5 മുതൽ 8 മിനിറ്റ് വരെ സമയം എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനിലൂടെയും ഒന്ന് കണ്ണോടിച്ച് പോവുക. അതിൽ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. കുറച്ച് സ്റ്റെപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് രണ്ടാമത്തെ റൗണ്ട് ചെയ്യുക. മൂന്നാമത്തെ റൗണ്ടിൽ എന്താണ്, 2 റൗണ്ട് കഴിഞ്ഞിട്ടും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യുക. അങ്ങനെ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും മാത്സിലെ 25 ക്വസ്റ്റ്യൻസും 3 തവണ കണ്ടു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. സോ ദിസ് ഈസ് ദ മെത്തേഡ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്, മാത്സും റീസണിങ്ങിലും മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലുമാണ് നമുക്ക് കൂടുതൽ സമയം പോകുന്നത്. മാത്സിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 15 to 20 മിനിറ്റ് അല്ല, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 2 മണിക്കൂർ സമയം വരെ നിങ്ങൾ എന്തിനെടുത്തോ, കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എടുത്തോ. ഡിജിറ്റൽ സമ്മ പഠിക്കണം, യൂണിറ്റ് ഡിജിറ്റ് പഠിക്കണം, ഓപ്ഷൻ ഏത് എലിമിനേറ്റ് ചെയ്യണം, അപ്രോക്സിമേഷൻ വഴി കിട്ടുന്നത്. സോ ഈ മെത്തേഡുകളെല്ലാം നമുക്ക് നോക്കണം. റാപ്പിഡ് ആയിട്ടുള്ള അഡീഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഇതെല്ലാം പ്രോയല്ല, അൾട്രാ പ്രോ മാക്സ് ആയിരിക്കണം ഇനി മനസ്സിലാക്കി വയ്ക്കുക. മെന്റൽ മാത്ത്, നമുക്ക് മൈൻഡിൽ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്യൂബുകൾ 1 മുതൽ 30 വരെ, 1 മുതൽ 20 വരെ, ഞാൻ പറയുകയാണെങ്കിൽ 1 മുതൽ 50 വരെയുള്ള ക്യൂബുകൾ, 1 മുതൽ 30 വരെയുള്ള ക്യൂബുകൾ നിർബന്ധമായിട്ട് അറിയണം. സ്ക്വയറുകൾ ഒരു 1 മുതൽ 50 വരെയുള്ള അറിയണം, നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് ടു ഫ്രാക്ഷൻ ടു പേഴ്സൻറ്റേജ്, ഇതിന്റെ കൺവേർഷൻ എല്ലാം പക്കയായിരിക്കണം, പച്ച വെള്ളം പോലെ അറിഞ്ഞിരിക്കണം. ഇനി അത് കണ്ടുപിടിക്കാനോ അതവിടെ പേപ്പറിന്റെ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും സമയമില്ല നമുക്ക്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ എന്താ നമുക്കറിയാം, കൺവെൻഷണൽ മെത്തേഡുകൾ, ഇനി കൺവെൻഷണൽ മെത്തേഡ് ഒന്നുമില്ല, ഷോർട്ട് കട്ടുകൾ മാത്രമേ ഉള്ളൂ. കൺവെൻഷണൽ മെത്തേഡിനൊന്നും ഇനി യാതൊരു വക വാല്യൂ ഇല്ല. ഷോർട്ട് ട്രിക്കുകൾ പഠിക്കണം, ഓപ്ഷൻ എലിമിനേഷൻ, ഞാൻ പറഞ്ഞു ഓപ്ഷൻ എലിമിനേഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ സമ്മ്, അതുപോലെ തന്നെ നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റ്, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ അറിയണം, വളരെ വ്യക്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ 2 മുതൽ 3 സെക്കൻഡ്, മാക്സിമം 3 സെക്കൻഡിനുള്ളിൽ തീരുമാനം എടുക്കണം, അത് ഇപ്പം ചെയ്യണോ അത് പിന്നീട് ചെയ്യണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഏത് മെത്തേഡാണെന്നുള്ളത് കാണുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം ഏത് മെത്തേഡാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കണമെന്ന് മനസ്സിലാക്കുക. സ്പീഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്പീഡാണ്. ഡെയിലി മോക്ക് എടുക്കണം, സെക്ഷണൽ മോക്കുകളായിട്ട് തന്നെ എടുക്കണം, അതിലേക്കൊക്കെയാണ് നമ്മൾ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട്, ജനറൽ നോളജ്. നമുക്കറിയാം 25 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ നോളജിനുള്ളത്. അവിടെ തരുന്ന എത്രയാണ്, 15 മിനിറ്റ് സമയമാണ് തരുന്നത്. നമുക്കറിയാം 15 മിനിറ്റ് സമയമൊന്നും ഒരിക്കലും ജനറൽ നോളജിന്റെ ആവശ്യമില്ല 25 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്, മാക്സിമം 5 to 8 മിനിറ്റ്സ്. എന്നിട്ടും ഈ 15 മിനിറ്റ് സമയം തരുന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ജനറൽ നോളജിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ കുറേ നേരം ഒരു ജനറൽ നോളജിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് പോകാനായിട്ട് തോന്നും.
കാരണം ഇതാണല്ലോ, ഇതാവാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്, നെഗറ്റീവ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണ് GK എന്ന് പറയുന്നത്. സോ ഒരുപാട് നേരം വായിച്ചിരുന്നിട്ട് ഇതാവാം എന്നുള്ള ഒരു അപ്രോച്ചിൽ ഒരിക്കലും മാർക്ക് ചെയ്യരുത്. ഷുവർ ആണെങ്കിൽ മാത്രം. ഓക്കെ, മനസ്സിലാക്കുക. 5 മുതൽ 7 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്താണ് റീഡ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. ബാക്കിയുള്ള 8 മുതൽ 10 മിനിറ്റ് സമയം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് GKയിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയൊക്കെ സമയം 15 മിനിറ്റ് തരുന്നതല്ലേ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നേക്കാം. ഓക്കെ, സോ അതൊക്കെ ഒന്ന് നോക്കി വായിച്ച് കുറെ നേരം GKയുടെ ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്തിരുത്. ഗസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഐഡിയയിൽ, നിങ്ങൾക്കറിയാലോ GKയുടെ സാറ് പറഞ്ഞു തരും, ഒരു ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ അപ്രോച്ചിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ ഒരു ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതായത് ബാക്കിയുള്ള സമയങ്ങൾ എന്താണ്, യൂസ് റിമൈനിങ് ടൈം ഫോർ അൺസർട്ടൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു അത് കണക്ട് ചെയ്ത് എടുക്കാനായിട്ട്, നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ അവസാന സമയം എന്ന് പറയുന്നത്. പ്രയോറിറ്റി ഓൺ ആക്യുറസി. GKയിൽ സ്പീഡല്ല വേണ്ടത്, കാരണം GKയിൽ അവിടെ സ്പീഡിന്റെ ആവശ്യമില്ല. 15 മിനിറ്റ് 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പീഡ് ആവശ്യമില്ല GKയിൽ. പക്ഷെ മറിച്ച് മാക്സിമം റീസണിങ്ങിന് സ്പീഡ് വേണം. GKയിൽ സ്പീഡല്ല, GKയിൽ ആക്യുറസിയാണ് വേണ്ടത്. ആക്യുറസിയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഡോണ്ട് റഷ് ദ ആൻസേഴ്സ്. ഇംഗ്ലീഷിനും GKയ്ക്കും പറയാനുള്ളത് പെട്ടെന്ന് ആൻസർ കിട്ടണം എന്നുള്ളൊരു മെന്റാലിറ്റി വേണ്ട. കാരണം നിങ്ങൾക്ക് ഇവിടെ സമയമുണ്ട്, ഇവിടെ സമയം അധികം. അവിടെ എന്താ, മാക്സിമം റീസണിങ് സമയം ഇല്ലാഞ്ഞിട്ടും ഇവിടെ സമയം അധികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സോ ഒരുപാട് റഷ് ആവേണ്ട ആൻസറിലേക്ക് പോരാനായിട്ട്. ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 15 മിനിറ്റ് ആണുള്ളത്. 15 മിനിറ്റ് എൻ്റർ സെഷൻ ആയിട്ടുണ്ട്. എന്താണ് നമുക്കറിയാം, ഒരു ഇപ്പോൾ കോംപ്രിഹെൻഷനൊക്കെ, റീഡിങ് കോംപ്രിഹെൻഷനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞ CGLന് ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരം ടൈപ്പ് റീഡിങ് കോംപ്രിഹെൻഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥവും ഗ്രാമറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയം വേണം. അതിന് 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് ധാരാളമാണ്. സോ നിങ്ങൾ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കിയിട്ട്, നെഗറ്റീവ് അടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, GKയും ഇംഗ്ലീഷും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. GKയിലും ഇംഗ്ലീഷിലും നെഗറ്റീവ് മാക്സിമം കുറയ്ക്കണം. സമയം കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് ചിന്തിച്ച് കാട് കയറിയിട്ട് തെറ്റുത്തരം മാർക്ക് ചെയ്ത് വരരുത്. ശരിയായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്യാനായിട്ടാണ് ഈ 15 മിനിറ്റ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിലും ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ സിനോണിംസ് ആന്റോണിംസ് ഒക്കെ ആണെങ്കിലും റൂട്ട് വേർഡൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണെങ്കിലും ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പലതും നമുക്ക് എന്താണ് ബ്രെയിനിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട്. ഏതില്, ഈ ഒരു GK ഇംഗ്ലീഷ് സെഷനിലുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ എന്താണ്, ഇവിടെ സ്പീഡല്ല, ഇവിടെ ആക്യുറസിയാണ് വേണ്ടത് കേട്ടോ. ഇവിടെ ആക്യുറസിയാണ് വേണ്ടത്, മനസ്സിലാക്കി വെക്കുക. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്, യെസ്, മോക്ക് ടെസ്റ്റ്. പഴയ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇനി എടുക്കണ്ട. സീരിയസ്ലി, പഴയ പാറ്റേണിലുള്ള 1 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കണ്ട. എന്തെടുക്കണം, ഇനി പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ഓരോ സബ്ജക്റ്റിനും 15 മിനിറ്റ് വീതമുള്ള സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ഉള്ള മോക്കുകൾ മാത്രം ഇനി എടുത്താൽ മതി. പഴയ മോക്കുകൾ ഇനി ആരും എടുക്കരുത്, മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റോപ്പ് ടു പ്രാക്ടീസിങ് ദ ഓൾഡ് നോൺ സെക്ഷണൽ മോക്ക്. സെക്ഷൻ വൈസ് അല്ലാത്ത മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇനി എടുക്കണ്ട. എന്തെടുക്കണം, 100% ആയിട്ടുള്ള സെക്ഷണൽ ടൈമർ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ എടുക്കണം. ഓക്കെ, പുതിയ പാറ്റേണിലുള്ള അല്ലെങ്കിൽ പുതിയ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പാറ്റേണിലുള്ള മോക്കുകൾ മാത്രം നിങ്ങൾ എടുത്തു പോയാൽ മതി. സ്റ്റോപ്പ് ദ ഓൾഡ് മോക്ക്. എന്താ ചെയ്യേണ്ടത്, പിന്നെ ചെയ്യേണ്ട എന്താ, സെക്ഷണൽ മോക്കുകൾ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 15 മിനിറ്റ് വീതമുള്ള സെപ്പറേറ്റ് മോക്കുകൾ നിങ്ങൾ എടുത്തോ. ഇപ്പൊ മാത്സിന്റെ 15 മിനിറ്റ് വീതമുള്ള സെക്ഷണൽ മോക്ക് എടുത്തോ, റീസണിങ്ങിന്റെ 15 മിനിറ്റ് വീതമുള്ള സെക്ഷണൽ മോക്കുകൾ എടുക്കുക. 15 മിനിറ്റിനുള്ളിൽ 25 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റണം. ഇതന്നെ അപ്രോച്ച്. ഫസ്റ്റ് റൗണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, പെൻ എടുക്കാതെ സിംഗിൾ ലൈനിൽ ആൻസർ കിട്ടുന്നത് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് എന്താ, ഒന്ന് ചെയ്താൽ കിട്ടും എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ 2-3 സ്റ്റെപ്പുകൾ എഴുതണം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൽ ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പുള്ള സെക്കൻഡ് റൗണ്ടിൽ. മൂന്നാമത്തെ റൗണ്ടിൽ എന്താ, ഈ 2 റൗണ്ടിലും കിട്ടാത്തത് മൂന്നാമത്തെ റൗണ്ടിൽ പിടിച്ചോ. സോ അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. സോ ബ്രെയിൻ ട്രെയിനിങ് എന്താണ്, ബ്രെയിൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ യുവർ മൈൻഡ് ടു തിങ്ക് ആൻഡ് എക്സിക്യൂട്ട് റാപ്പിഡ്ലി അണ്ടർ ടൈം പ്രഷർ. സമയം കുറയുന്നു, റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ വിത്തിൻ സെക്കൻഡ്സ് ക്വിക്കായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ സെറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. ഡെയിലി പ്രാക്ടീസ് ബിൽഡ് ദ കോഗ്നിറ്റീവ് സ്പീഡ്. ഡെയിലി നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. 15 മിനിറ്റ് വീതം സെക്ഷൻസ് ഉള്ള മോക്ക് ടെസ്റ്റുകൾ ഡെയിലി എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. 2 മാസത്തിലധികം സമയമുണ്ട്. 2 മാസത്തിലധികം ഈ സമയം വളരെ വൃത്തിയായിട്ട് സെക്ഷണൽ മോക്കുകൾ എടുത്ത് യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഈ ലിസ്റ്റിലും ഇനി സെലക്ഷൻ കിട്ടാൻ പോകുന്നവരിലും. ഓക്കെ, സോ വേസ്റ്റ് ചെയ്യരുത്.
റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഡിലേകളൊന്നും നിങ്ങൾ ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും ചെയ്യരുത്. മനസ്സിലാക്കി വെക്കുക, മോക്ക് ഈസ് ദ കീ, മോക്ക് ഈസ് ദ കീ, മോക്ക് ഈസ് ദ കീ. സീരിയസ്ലി. സോ 15 മിനിറ്റ് വീതം സെക്ഷണൽ ടൈമറുകളുള്ള മോക്കുകൾ നിർബന്ധമായിട്ടും ഇനിയുള്ള കുറച്ച് ദിവസങ്ങളാണെങ്കിലും ആ ദിവസങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് എടുക്കുന്നവർ ഷുവറായിട്ടും എന്തുണ്ടായിരിക്കും, ഈ ലിസ്റ്റിലുണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. സോ യെസ്, ഇത് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. റീസണിങ് 15 മിനിറ്റിലെ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. 22 എണ്ണം വരെയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. 1-2 റീസണിങ്ങിലൊന്നും തെറ്റ് പറ്റരുത്. ഞാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ 0 to 2 മിസ്റ്റേക്സ്, 0 to 2 മിസ്റ്റേക്കുകൾ വരാം, 0 to 2 മിസ്റ്റേക്സ്. ഓക്കെ. സോ ഇംഗ്ലീഷിലും ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. 15 മിനിറ്റാണ് 25 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ചെയ്യാനായിട്ട്. 22 ക്വസ്റ്റ്യൻസിലധികം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിന് മിസ്റ്റേക്കുകൾ വരുത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മിസ്റ്റേക്കൊക്കെ മാക്സിമം, അതിനപ്പുറത്തേക്ക് ഒരു 22 എണ്ണം അറ്റൻഡ് ചെയ്യണം കേട്ടോ, അറ്റൻഡ് ചെയ്യണം. GK 15 to 18 എന്ന് പറയുന്നത് കൂടുതലാണെന്ന് അറിയാം, എന്നാലും മാക്സിമം ഒരു 12 to 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 18 അറ്റൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യണം. മനസ്സിലാക്കുക, ഒരു 2 എണ്ണം വരെയൊക്കെ മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമില്ല, 2 എണ്ണം വരെയൊക്കെ മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമില്ല. മാത്സിൽ മിസ്റ്റേക്കുകൾ വരെയരുത്. മാത്സിൽ മിസ്റ്റേക്ക് മാക്സിമം ഒരു, ഇപ്പോൾ നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടൈം പ്രഷറിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ടായിരിക്കാം. സോ ഒരു 1 മുതൽ 3 മിസ്റ്റേക്ക് വരെ വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത്രയും അറ്റംപ്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 75 മുതൽ 85 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിലൊരു 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് തെറ്റിയാലും വിചാരിക്കുക. അപ്പം അത്രയും 75 ക്വസ്റ്റ്യൻസ് ശരി അല്ല, 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, 5 എണ്ണം തെറ്റി, അപ്പോൾ 75 എണ്ണം ശരി. 150 നിന്ന് 2.5 കുറച്ചാൽ 147.5. 147.5 ഈ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ഞാൻ എക്സാമിന് മുമ്പ് പറയുന്നതല്ല, ക്വസ്റ്റ്യൻസ് കാണാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും 147.5 റോ സ്കോർ ആയിട്ട് ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്വാളിഫൈ ആവും. സീരിയസ്ലി. ക്വസ്റ്റ്യൻസും കൂടെ കണ്ടിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള കാര്യം പറയാം. ഈ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയി പോയി, അല്ലെങ്കിൽ GK ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കഥ മൊത്തം മാറും. പക്ഷെ എന്നാലും പറയാണ്, ഇപ്പോഴുള്ള നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് നിങ്ങളൊരു 75 to 85 ഈ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ സേഫാണ്. സീരിയസ്ലി. Tier 1 കേസാണ് പറയുന്നത്. കോമൺലി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് റീഡിങ് ഫുൾ ക്വസ്റ്റ്യൻ സ്ലോലി, വളരെ പതുക്കെ ഫുള്ള് ക്വസ്റ്റ്യൻസ് വളരെ എണ്ണിപ്പറക്കി നമ്മൾ വായിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് വായിച്ചു പോകണം. ഒരിക്കലും മൗസിന്റെ കേഴ്സർ അവിടെ വെച്ചിട്ട് വായിക്കാൻ നിൽക്കരുത്. കാരണം മൗസിന്റെ കേഴ്സർ നീങ്ങുന്നതിനനുസരിച്ച് അതേ സ്ലോവിലായിരിക്കും നമ്മൾ വായിക്കുക. മൗസിന്റെ കേഴ്സർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഐഡിയലായിട്ട് വെക്കുക, ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, കണ്ണുകൊണ്ട് വായിച്ചു പോവുക കേട്ടോ. മൗസിന്റെ കേഴ്സർ കൊണ്ട് വായിക്കരുത്. ഫുള്ള് സ്പീഡിൽ വായിച്ച് അത് പെട്ടെന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റണം. ചുമ്മാ വായിച്ച് ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. വായിക്കണതിന് എന്താണ് മീനിങ് എന്നുള്ളതും കൂടെ കത്തണം കേട്ടോ. ഡൂയിങ് റഫ് വർക്ക് എക്സസീവ്ലി, വെറുതെ ചുമ്മാ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്യണ പോലെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ എഴുതി കൂട്ടി റഫായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യരുത്. വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് 1-2 സ്റ്റെപ്പിൽ അവസാനിപ്പിക്കുക. മാത്സിന്റെ റീസണിങ്ങിന്റെ കേസാണ് പറയുന്നത്. റീവിസിറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു 3 റൗണ്ട് എന്തായാലും പോകണം. പക്ഷെ നമുക്ക് എന്താണ്, ഒന്നിനെ തന്നെ കുറേ തവണ നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും വെറുതെ നമ്മൾ അതുമ്മ കുറേ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനുമേ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കുറേ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനോ കുറേ ഇരുന്ന് ആലോചിക്കാനോ ഇരിക്കരുത്. ആ ക്വസ്റ്റ്യൻ പോട്ടെ, എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണ് കേട്ടോ. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദ ഹാർഡ് പ്രോബ്ലംസ്, അതായത് ഈ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഉള്ളൂ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. ഈ തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും വേണ്ട. മനസ്സിലാക്കുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യനുമ്പോൾ നമ്മൾ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്താൽ നമ്മളോട് എന്താണ് ബാക്കിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് മിസ്സായി പോവാണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് കയറിനേക്കാളും തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. വിട്ടുകളെ അടുത്ത് പിടിക്കണം കേട്ടോ. സോ ബ്ലൈൻഡ് ഗസ്സിങ്, ഒരു ഐഡിയയിലൊക്കെ ഗസ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് ചുമ്മാ നമ്മൾ മറ്റേ 1 മുതൽ 10 വരെ എണ്ണീട്ട് അതിൽ ഓഡ് നമ്പറിനെ വെട്ടിക്കളഞ്ഞിട്ട് ഈവൻ നമ്പർ മാർക്ക് ചെയ്ത് പോകുന്ന പരിപാടി പറ്റില്ല. ഒരു ഐഡിയയിൽ ഗസ് ചെയ്തോ പ്രശ്നമില്ല. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് ഒരടിസ്ഥാനമില്ലാത്ത ഗസ്സിങ് ഒന്നും ഒരിക്കലും ചെയ്യരുത്. ഇഗ്നോറിങ് ഇംഗ്ലീഷ് ആൻഡ് GK, അതൊരിക്കലും ചെയ്യരുത്. ഇംഗ്ലീഷും GKയും വിട്ടിട്ട് നമ്മൾ പണ്ട് ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. എന്താണ്, മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും
നല്ല സ്ട്രോങ് ആക്കി വെക്കും. മാത്സും ഇംഗ്ലീഷും സ്ട്രോങ് ആക്കി വെക്കും. അതായത് മാത്സും ഇംഗ്ലീഷും സ്ട്രോങ് ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ മാത്സ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ റീസണിങ്ങും പാരലലി സ്ട്രോങ് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. മാത്സും ഇംഗ്ലീഷും സ്ട്രോങ് ആക്കി വെച്ചിട്ട് ജിക്കാനെ ഒഴിവാക്കണ പരിപാടിയായിരുന്നു. കാരണം മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും സ്കോർ ചെയ്താൽ തന്നെ കട്ട് ഓഫ് കയറാനുള്ള മാർക്ക് ആവുമായിരുന്നു അല്ലേ. സോ ഇനി ആ പരിപാടി പറ്റില്ല. ഇംഗ്ലീഷും ജി കെയും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇംഗ്ലീഷിനും ജി കെക്കും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എന്താണ് ആ 15 മിനിറ്റ് സമയം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യാനുള്ള സമയം വരെ അവർ തരുന്നുണ്ട്. മനസ്സിലാക്കുക, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഞാനിപ്പോഴും പറയുന്നു, മോക്ക് ഈസ് ദ കീ. മോക്കാണ് കീ എന്ന് പറയുന്നത്. ആർക്കാണോ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ട് ആ സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന ആ ഒരു ഹഡിൽ ചാടിക്കടക്കാൻ പറ്റുന്നത് അവർ ഈ ലിസ്റ്റിലുണ്ടായിരിക്കും, അവർ ഈ സർവീസിലും കയറും. സോ മനസ്സിലാക്കുക, നല്ലപോലെ അടിപൊളിയായിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഓൾറെഡി ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PYQൻ്റെ ബാച്ചുണ്ട്, ക്രാഷിൻ്റെ ബാച്ചുണ്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാം സെക്ഷണൽ വൈസ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ ബാച്ചിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് ഈ CGL അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നു, ഭയപ്പെടേണ്ട യാതൊരു വക ആവശ്യമില്ല. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഈ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ CGL നിങ്ങൾക്കുള്ള തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.